പ്രകൃതി സുന്ദരമാണ്. അതിന്റെ സൗന്ദര്യമത്രയും നിറഞ്ഞിരിക്കുന്ന പ്രദേശങ്ങളാണ് വനങ്ങൾ. ചെടിയും മരവും പൂക്കളും പൂമ്പാറ്റകളും കിളികളും മൃഗങ്ങളുമെല്ലാം ചേർന്ന് സമ്മാനിക്കുന്ന വനഭംഗി ആസ്വദിക്കാനാവുക എന്നത് ഭാഗ്യം തന്നെ. കാടിനെ അറിഞ്ഞൊരു യാത്ര എന്ന സ്വപ്നം മനസ്സിൽ സൂക്ഷിക്കാത്തവർ വളരെ ചുരുക്കമായിരിക്കും. അത്തരമൊരു യാത്രയെക്കുറിച്ച് സങ്കല്പിക്കാൻ തന്നെ എത്ര രസമാണ്. അപ്പോൾ അങ്ങനെ യാത്ര പോവുകയും നേരിൽ കാണുന്ന കാഴ്ചകളെ ക്യാമറ കണ്ണിലൂടെ ഒപ്പിയെടുത്ത് ഓർമ്മകളുടെ നിധിശേഖരത്തിലേക്ക് ചേർത്തു വയ്ക്കുകയും ചെയ്യാനായാലോ? എന്ത് മനോഹരമായ നടക്കാത്ത സ്വപ്നം എന്ന സിനിമാ വാചകത്തോട് സംഗതിയെ ഉപമിക്കാൻ വരട്ടെ. അങ്ങനെയുള്ള പലരും നമുക്കിടയിലുണ്ട്. സാധാരണക്കാരിൽ സാധാരണക്കാരിയായ ഒരു ഫിസിക്സ് അധ്യാപിക അങ്ങനെ കാടിനെ അറിഞ്ഞ് യാത്ര തുടങ്ങിയതും പിന്നെ ആ യാത്രകളെക്കുറിച്ച് ലോകമറിഞ്ഞതിന്റെയും വിശേഷങ്ങളാണ് ഇന്നത്തെ പെൺമനസ്സ് പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്നത്. ഈ ചിത്രങ്ങളത്രയും ഫ്രെയിമിലാക്കിയത് അപർണ പുരുഷോത്തമൻ എന്ന വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറാണ്. കോട്ടയം നാട്ടകം സ്വദേശിനിയായ അപർണയെ ലോകമറിയുന്ന പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറാക്കിയത് വളരെ യാദൃശ്ചികമായി അപർണയുടെ ഫ്രെയിമിൽ പതിഞ്ഞ ഒരാളാണ്. ആ ആളെ തന്നെ ആദ്യം പരിചയപ്പെടാം. ഒപ്പം ആ കഥയും കേൾക്കാം. ഷോളയാർ മുതൽ ആളിയാർ വരെ ഒരു യാത്ര നടത്തി. ആളിയാർ ഡാം വരെ ഒരു യാത്ര നടത്തി. ബൈക്കിലായിരുന്നു യാത്ര. അപ്പൊ ഞാൻ എന്റെ ഈ ക്യാമറയും ലെൻസും എടുത്തു. പോകുന്ന വഴി എല്ലാം പക്ഷികളെയും മൃഗങ്ങളെയും ഒക്കെ എടുത്തെടുത്ത് ഇങ്ങനെ പോയി. ആ സമയത്ത് ക്യാമറയുടെ അധികം ടെക്നിക്സ് ഒന്നും അറിയില്ല. വളരെ കുറച്ച് കാര്യങ്ങളെ അറിയുള്ളൂ. അപ്പൊ പക്ഷേ ഈ ഫിസിക്സിനോടുള്ള ഒരു താല്പര്യം, ഫിസിക്സിന്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാനിങ്ങനെ കുറെ ട്രയൽ ആൻഡ് എറർ ഒക്കെ നടത്തി നോക്കിയിട്ടുണ്ട്. അപ്പൊ ആ യാത്രയിൽ ആണ് ശരിക്കും, ആ യാത്രയുടെ തുടക്കത്തിലാണ് വളരെ അപൂർവമായിട്ടുള്ള ഒരു ജീവി എന്റെ ക്യാമറയിൽ പതിഞ്ഞത്. അപ്പൊ ആ ജീവി ഏതാണെന്ന് അറിയില്ല. കാരണം എനിക്കന്ന് മൃഗങ്ങളെയൊന്നും പരിചയമില്ല. അത് തന്നെയല്ല, ഇത് അത്യപൂർവമായിട്ടുള്ള ഒരു ജീവിയാണ്. അപ്പൊ അന്ന് പോയ യാത്രയിൽ കിട്ടിയ എല്ലാ പക്ഷികളെയും എല്ലാ മൃഗങ്ങളെയും ക്യാമറയിലാക്കി തിരിച്ചു വന്നിട്ട് ഈ മൃഗം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ സുഹൃത്ത് ബിജോയ്ക്ക് അയച്ചു കൊടുത്തു. അപ്പൊ അദ്ദേഹം നോക്കിയിട്ട് പറഞ്ഞു, ഇത് നീലഗിരി മാർട്ടിൻ എന്ന അത്യപൂർവമായിട്ടുള്ള സസ്തനിയാണ്. ഇത് വളരെ അപൂർവമായിട്ട് മാത്രം മനുഷ്യന് മുന്നിൽ വരുന്ന ഒരു ജീവിയാണ്. കേരളത്തിൽ അധികം ആർക്കും ഇതിനെ കിട്ടിയിട്ടില്ല. എത്രയോ ഫോട്ടോഗ്രാഫേഴ്സിന്റെ ഒരു ഡ്രീമാണ് ഈ ജീവിയെ ക്യാമറയിലാക്കുക എന്നുള്ളത്. അപ്പൊ അത് ശരിക്കും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിപ്പോയി. ശരിക്കും ഇത്രയും അപൂർവമായിട്ടുള്ള ഒരു ജീവി നമ്മുടെ ക്യാമറയിൽ വന്ന് പെടുക. അത് തന്നെയല്ല, ഷോളയാർ ഈ ജീവി ഉണ്ടെന്നുള്ള ആദ്യത്തെ റിപ്പോർട്ടായിരുന്നു. ഈ എന്റെ ചിത്രത്തോടു കൂടിയായിരുന്നു അവിടെ ഈ മരനായ എന്ന് പറഞ്ഞ നീലഗിരി മാട്ടൻ ഉണ്ട് എന്ന് ഉറപ്പിക്കുന്നത്. അപ്പൊ അത് ഭയങ്കര ഒരു വലിയ ഒരു ആ സമയത്ത് നമുക്ക് തുടക്കക്കാരി എന്നുള്ളൊരു രീതിയിൽ വലിയ സന്തോഷം, ഭയങ്കര ഒരു ദൈവാധീനമായിട്ട് തോന്നി. അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു, നമുക്ക് എന്തായാലും ഇത് പത്രത്തിൽ കൊടുക്കാം. അങ്ങനെ അടുത്ത ദിവസത്തെ പത്രങ്ങളിലൊക്കെ തന്നെ മരനായെ ഷോളയാറിന് കണ്ടെത്തിയ വാർത്ത വന്നു. മരനായുടെ കൂടെ അതെടുത്ത അപർണ പുരുഷോത്തമനെ കുറിച്ചിട്ടും ഒരു വാർത്തയായിട്ട് വന്നത്. ഒരു ഗവേഷണ വിദ്യാർത്ഥിനി എന്നുള്ള രീതിയിലാണ് വന്നത്. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ സ്കൂൾ ഓഫ് പ്യൂർ ആൻഡ് അപ്ലൈഡ് ഫിസിക്സിലെ ഗവേഷണ വിദ്യാർത്ഥിനിയായ അപർണ പുരുഷോത്തമൻ എടുത്ത ചിത്രം എന്ന് പറഞ്ഞിട്ടാണത് വന്നത്. പക്ഷെ അത് വന്നിട്ട് അടുത്ത ദിവസം തന്നെ അത് കണ്ടിട്ട് ഫേസ്ബുക്കിലൊക്കെ എന്റെ ചിത്രങ്ങൾ നോക്കിയിട്ടാണോ എന്നറിയില്ല, അടുത്ത ദിവസം തന്നെ മനോരമ പത്രത്തില് ഒരു സൺഡേ സ്പൈസസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതില് വന്ന് എന്നെ കുറിച്ച് മാത്രമായിട്ടൊരു ആർട്ടിക്കിൾ വന്നു. കാട്ടിലേക്ക് കണ്ടു തുറന്ന അപർണ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ശരിക്കും നമ്മുടെ വീട്ടിലൊക്കെ അത് വലിയ എക്സൈറ്റ്മെന്റ് ആയിരുന്നു. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ വളരെ അമച്ചറായിട്ട് ഫോട്ടോഗ്രാഫി അറിയാതെ വെറുതെ എടുത്തു കൂട്ടുന്ന ചിത്രങ്ങൾ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നു, ആളുകൾ ശ്രദ്ധിക്കുന്നു, അല്ലെങ്കിൽ ആളുകൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു.
അപ്പൊ മരനായ എന്ന് പറയുന്ന ഒരു ജീവിയാണ് ശരിക്കും ഒരു ടേണിംഗ് പോയിന്റ് ആയത് എന്റെ വന്യജീവി ഫോട്ടോഗ്രാഫി മേഖലയിൽ. അപ്പൊ ഞാൻ ശരിക്കും ആ മരനായോടാണ് കടപ്പെട്ടിരിക്കുന്നത്. കാരണം ആ ജീവിയെ കണ്ടെത്തിയത് ആണ് ശരിക്കും ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ചെറുപ്പം മുതലേ ടീച്ചറാവുക എന്നതായിരുന്നു അപർണയുടെ സ്വപ്നം. ഫോട്ടോഗ്രഫിയോ കാർഡോ ഒന്നും ആ സ്വപ്നങ്ങളിൽ ഉണ്ടായിരുന്നില്ല. ചിത്രം വരയ്ക്കാനുള്ള ഇഷ്ടം പിന്നീട് വഴിമാറി ചിത്രങ്ങളെ ക്യാമറയിലൂടെ പകർത്തുക എന്ന നിയോഗത്തിലേക്ക് എത്തിയതാണ്. അന്നും ഇന്നും എന്നും ഇഷ്ടപ്പെട്ട കരിയർ ടീച്ചിങ് തന്നെ. ചെറുപ്പത്തിൽ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു ടീച്ചർ ആവണം തന്നെയായിരുന്നു. അപ്പൊ ഒരു അധ്യാപിക ആവണം എന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു വളരെ ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നത്. വളരെ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ടീച്ചേഴ്സ് ഇങ്ങനെ ഒരു കോമ്പോസിഷൻ പോലെ തരും, ആരാവണം എന്ന് ചോദിച്ചിട്ട്. അപ്പൊ ഞാൻ മൈ അംബീഷൻ ഈസ് ടു ബിക്കം എ ടീച്ചർ എന്ന് ആയിരുന്നു എഴുതുന്നത്. എനിക്ക് ഓർമ്മയുണ്ട്, അച്ഛൻ അത് വെട്ടിയിട്ട് ഡോക്ടർ എന്ന് ആക്കിയിട്ടുണ്ട്. പക്ഷെ എന്റെ മനസ്സിൽ ആ ഒരു ആഗ്രഹം തന്നെയായിരുന്നു. കാരണം വളർന്നു വരുന്നതോറും നമ്മൾ ടീച്ചേഴ്സിനെ കണ്ട് ആണ് വളരുന്നത്. അപ്പൊ ആ കുറെ കാലം കഴിഞ്ഞപ്പോൾ എന്റെ കൂടെയുള്ള കുട്ടികളുടെ ഒക്കെ ആ ഒരു തോട്ട് മാറി. പക്ഷെ എനിക്ക് അപ്പോഴും ടീച്ചർ തന്നെ ആവണം എന്നായിരുന്നു. അപ്പൊ അങ്ങനെ ആ ഒരു ടീച്ചർ ആകുക എന്നുള്ള ഒരു ആഗ്രഹത്തിൽ ആണ് ഞാൻ വർക്ക് ചെയ്തതും എയിം ചെയ്തതും കൂടുതൽ പഠിക്കണം തോന്നിയതും. BEd കഴിഞ്ഞ് പിന്നെ സെറ്റ് ക്ലിയർ ചെയ്ത് പിന്നെ MPhilന് പോയി, പിന്നെ PhD എല്ലാം ചെയ്യുമ്പോഴും ഒരു ഫൈനൽ എന്റെ മനസ്സിലൊരു ടീച്ചിങ് തന്നെയായിരുന്നു. ഇപ്പോഴും അങ്ങനെ ഒരു ആഗ്രഹം തന്നെയായിരുന്നു. ഫിസിക്സിനോട് സത്യത്തിൽ ഫിസിക്സ് എന്ന് പറയുന്നത് എൻ്റെ ഒരു ഇഷ്ട വിഷയമായിരുന്നേ ഇല്ല. എനിക്ക് ലാംഗ്വേജ് സബ്ജക്റ്റിനോടായിരുന്നു കൂടുതൽ താല്പര്യം. അപ്പോൾ ഏറ്റവും കുറഞ്ഞ മാർക്സ് എനിക്ക് ഫിസിക്സിന് തന്നെയായിരുന്നു സ്കൂൾ തലത്തിലൊക്കെ. പക്ഷെ അച്ഛനാണ് എന്നോട് പറഞ്ഞത് ഫിസിക്സ് ഒരു നല്ല സബ്ജക്റ്റാണ്, നീ ഫിസിക്സിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. അപ്പൊ എനിക്ക് തോന്നി എന്തായാലും ടീച്ചർ ആവണമെന്നാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റും ഫിസിക്സ് ആണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു നല്ല ഫിസിക്സ് ടീച്ചർ ആവുകയാണെങ്കിൽ അത് മറ്റുള്ളവർക്ക് കൂടി കുട്ടികൾക്ക് കുറച്ചുകൂടി ലളിതമായ രീതിയിൽ ഫിസിക്സ് പറഞ്ഞു കൊടുത്തുകൂടെ എന്നൊക്കെ ചിന്തിച്ചു. അപ്പൊ അങ്ങനെ ഫിസിക്സിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പിന്നെ ഡിഗ്രി തലത്തിലൊക്കെ വന്നപ്പോൾ ഫിസിക്സ് കൂടുതൽ നന്നായിട്ട് ഫിസിക്സ് ഒരു ടീച്ചർ ആവണം എന്നുള്ള ആഗ്രഹത്തിൽ തന്നെ ഫിസിക്സ് പഠിച്ചെടുത്തു. ഏത് പുരുഷന്റെ വിജയത്തിന് പിന്നിലും ഒരു സ്ത്രീയുണ്ടെന്ന് പറയാറുണ്ട്. ഇവിടെ പക്ഷേ ആ വാചകം ഒന്ന് തിരുത്തി വായിക്കണം. അപർണ എന്ന സ്ത്രീയുടെ ജീവിതം വിജയമായതിനു കാരണം ഭർത്താവ് അശോകനാണ്. ഭാര്യയുടെ ഇഷ്ടങ്ങളെയും കഴിവുകളെയും തിരിച്ചറിഞ്ഞ് കൂടെ നിന്ന് പ്രോത്സാഹിപ്പിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ലെങ്കിൽ അപർണ വെറുമൊരു ടീച്ചർ മാത്രമായി ഒതുങ്ങിപ്പോവുമായിരുന്നു. ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞൊരു തലത്തിലേക്ക് വന്നത് വിവാഹത്തിന് ശേഷമാണ്. വിവാഹത്തിന് ശേഷം എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ച് അശോകേട്ടൻ എന്റെ വീട്ടിലേക്ക് വന്ന സമയത്ത് പുള്ളി ആദ്യം ഇങ്ങനെ നോക്കിയത് എന്റെ ഗ്ലാസ് പെയിന്റിങ്ങുകളാണ്. അപ്പൊ എന്നോട് ചോദിച്ചു, നീ നന്നായിട്ട് പെയിന്റ് ചെയ്യല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരിക്കലും പെയിന്റ് ചെയ്യേയില്ല, ഇത് വെറുതെ ആർക്കും ചെയ്യാവുന്ന കാര്യമാണ് പെയിന്റിങ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, പക്ഷെ ഇങ്ങനെ ഇത്രയും നന്നായിട്ടൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് കുറച്ചും കൂടെ ഒരു ഓയിൽ പെയിന്റ് ഒക്കെ ചെയ്തുകൂടെ, ക്യാൻവാസിലൊക്കെ ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല, ഗ്ലാസ് പെയിന്റ് ആർക്കും ചെയ്യാവുന്നതാണ്, ഓയിൽ പെയിന്റ് ഒക്കെ ഒത്തിരി കഴിവുള്ളവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ പുള്ളി അത് കാര്യമാക്കിയില്ല. അദ്ദേഹം അത് മനസ്സിലിങ്ങനെ വെച്ചിട്ട് തിരുവനന്തപുരത്ത് മ്യൂസിയത്ത് ഒരു ചിത്ര പ്രദർശനം നടന്നു. അവിടെ എന്നെ കൊണ്ടുപോയി. അവിടെ ചെന്നിട്ട് നമ്മള് ഒരുപാട് പെയിന്റിങ്സ് കണ്ടു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇതുപോലൊക്കെ നമുക്ക് വരയ്ക്കാം, നമുക്ക് ഇന്ന് തന്നെ ഒരു ക്യാൻവാസ് വാങ്ങാം. ഞാൻ പറഞ്ഞു, വേണ്ട, വെറുതെ പൈസ കളയാനാണ്, വെറുതെ ക്യാൻവാസ് വാങ്ങണ്ട. പക്ഷെ പുള്ളി വാങ്ങി, പെയിന്റും വാങ്ങി, രണ്ടും എനിക്ക് തന്നു. അപ്പം അദ്ദേഹം അന്ന് ഷോളയാറാണ്, ഞാൻ എന്റെ വീട്ടിൽ തന്നെയാണ്. ഞാൻ PhD ചെയ്യുന്നു, അദ്ദേഹം ഷോളയാറാണ്. അങ്ങനെ 2-3 വർഷത്തോളം പുള്ളി അവിടെയും ഞാൻ എന്റെ വീട്ടിലുമാണ്. ആ സമയത്താണ് പുള്ളി ഓരോ ദിവസം വിളിച്ചു ചോദിക്കും, നീ പെയിന്റ് ചെയ്തോ. അപ്പോൾ നമുക്കിങ്ങനെ ഒരാളിങ്ങനെ കാത്തിരിപ്പുണ്ടല്ലോ, ഇത് എന്തെങ്കിലും ചെയ്തോ. അപ്പം നമ്മൾ ചെയ്യാൻ വേണ്ടി ഞാൻ ശരിക്കും ഒരു കമ്പൽഷൻ പോലെയായി, എന്തെങ്കിലും ചെയ്ത് വെക്കാം. അങ്ങനെ ഒരു ഇന്റർനെറ്റിൽ ഒരു പടം നോക്കിയിട്ട് ഞാനൊരു പെയിന്റിങ് ചെയ്തു, ഓയിൽ പെയിന്റിങ് ചെയ്തു. അപ്പൊ പെയിന്റ് ചെയ്തില്ല, മുക്കി ചെയ്യേണ്ടത് പോലും അറിയില്ല. ആദ്യം വെളിച്ചെണ്ണയിലൊക്കെ മുക്കിയാണ് നമ്മൾ ഓയിൽ പെയിന്റിങ് ചെയ്തത്. പിന്നെയാണ് ലിൻസീഡ് ഓയിലാണ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ മനസ്സിലായത്. അങ്ങനെ അദ്ദേഹം പിന്നെ അടുത്ത അവധിക്ക് വന്ന സമയത്ത് ഞാൻ ഈ പെയിന്റിങ് എങ്ങനെയൊക്കെയോ ഒരു പെയിന്റിങ് തല്ലിക്കുട്ടി ചെയ്ത് കാണിച്ചു. അപ്പൊ അദ്ദേഹം ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു. നീ ഇത്രയും നന്നായിട്ട് പെയിന്റ് ചെയ്തിട്ടാണോ പെയിന്റ് ചെയ്തില്ല എന്ന് പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു. അപ്പൊ എനിക്കത് വലിയൊരു കോൺഫിഡൻസ് ആയി തോന്നി. സത്യം പറഞ്ഞാൽ ലൈഫിൽ എന്നെ ആരും അത്രയും അപ്രീഷിയേറ്റ് ചെയ്തിട്ടില്ല ഇതുവരെ. നമ്മളൊരു കാര്യം ചെറുതായിട്ട് ചെയ്യുമ്പോൾ ആരെങ്കിലും ഒന്ന് എൻകറേജ് ചെയ്യാനുണ്ടെങ്കിൽ, അപ്രീഷിയേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ വളരെ വലിയൊരു ഊർജ്ജമായിരിക്കും. അപ്പൊ അങ്ങനെ അദ്ദേഹം ഭയങ്കരമായിട്ട് എന്നെ എൻകറേജ് ചെയ്തതുകൊണ്ടാണ് ഞാൻ അതിനുശേഷം ഒരു 5-6 ഓയിൽ പെയിന്റിങ് ചെയ്തു, ക്യാൻവാസ് വാങ്ങി തന്നെ. അപ്പോൾ ഓരോ പെയിന്റിങ് ചെയ്യുമ്പോഴും കൂടുതൽ മെച്ചപ്പെട്ടു. പിന്നെ കളേഴ്സിന്റെ മിക്സിനെ പറ്റി ഒരു ഐഡിയ വന്നു.
പിന്നെ എനിക്ക് തോന്നി ഇത് ക്യാമറയിലാക്കണം എന്നുള്ള തോട്ട് വന്നത് ശരിക്കും ഈ പെയിന്റിങ് ചെയ്തപ്പോഴാണ്. ഇത് കുറച്ച് പ്രകൃതി ദൃശ്യങ്ങൾ എടുത്തിട്ട് അത് നോക്കി നമുക്ക് പെയിന്റ് ചെയ്തുകൂടെ എന്നൊരു ചിന്ത വന്നത് ശരിക്കും അങ്ങനെയാണ്. അങ്ങനെ ഒരിക്കല് ഞങ്ങളുടെ ആദ്യത്തെ വർഷം വെഡിങ് ആനിവേഴ്സറി അടുക്കാറായപ്പോ ഈ തിരുവനന്തപുരത്ത് ഞങ്ങൾ ചിത്രപ്രദർശനം കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ തന്നെ വരുന്ന വഴിയിൽ ഞാനിങ്ങനെ പറഞ്ഞു, ഒരു ക്യാമറ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, ഈ അസ്തമയമൊക്കെ എടുക്കായിരുന്നു. അങ്ങനെ വെറുതെ ഞാൻ ആത്മകഥമായിട്ട് പറഞ്ഞതാണ്, അദ്ദേഹത്തിനോട് പറഞ്ഞതല്ല. അപ്പൊ അദ്ദേഹം കേട്ടിട്ട് ഓർത്ത് വെച്ചിട്ട് വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് ആയിട്ട് എനിക്ക് തന്നതാണ് ഒരു സോണി സൈബർ ഷൂട്ടിന്റെ ക്യാമറ. അത് എന്റെ കയ്യിൽ തന്നിട്ട്, അദ്ദേഹത്തിന്റെ വീട് ആലപ്പുഴയാണ്. അപ്പൊ അതേ ഇടയ്ക്ക് അവധിക്ക് വരുമ്പോൾ ഞങ്ങൾ ആലപ്പുഴയ്ക്ക് പോകും, ആലപ്പുഴ ബീച്ചിൽ പോകും. കാട്ടൂർ എന്ന് പറഞ്ഞൊരു കടപ്പുറമുണ്ട്. ഈ ക്യാമറ വെച്ചിട്ട് ഞാൻ ആദ്യം അതൊക്കെ പകർത്തി തുടങ്ങി, ഈ അസ്തമയവും കാര്യങ്ങളൊക്കെ. അതിട്ട് വെറുതെ എന്നിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. പോസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ പ്രതീക്ഷിക്കാതെ കുറച്ച് പേരൊക്കെ ഇങ്ങനെ ലൈക്ക് ചെയ്ത് തുടങ്ങി. ആദ്യം ഒരു 50 ലൈക്കൊക്കെ ആയി. അപ്പൊ ഞാൻ ഓർത്തു, ഇത് കൊള്ളാലോ, ഇത് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ, ഇതൊരു ആർട്ട് ഫോം ആണല്ലോ. അത്രയും നാൾ ഫോട്ടോഗ്രാഫിയെ പറ്റി യാതൊരു ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ ആർട്ടാണെന്നുള്ള ഒരു ചിന്ത എനിക്കില്ല. ഈ ആളുകൾ ഇത് കണ്ടു തുടങ്ങി, നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്ത് തുടങ്ങിയപ്പോൾ ഈ ഫ്രെയിമിങ്ങിനെ കുറിച്ച് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. ഒരു സബ്ജക്റ്റിനൊക്കെ കൂടുതൽ അത് എങ്ങനെ ഫ്രെയിം ചെയ്യാം, ചീനവല എവിടെ വെക്കണം, എവിടെ പ്ലേസ് ചെയ്യണം, അങ്ങനെ ഒരു കോമ്പോസിഷനെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ ഒക്കെ മനസ്സിൽ ഇങ്ങനെ തോന്നി തുടങ്ങി. അപ്പൊ എനിക്ക് ഇത് ചോദിക്കാൻ ആരുമില്ല. ഒന്നാമത് നമ്മള് ഇത് പ്രൊഫഷണൽ ആയിട്ട് എടുക്കുമെന്നുള്ള അങ്ങനെ ഒരു പ്ലാനും ഇല്ല. വളരെ അമച്ചറായിട്ട് ചെയ്യുന്ന കാര്യം എന്നുള്ള രീതിയിൽ ചോദിക്കാൻ ഫ്രണ്ട്സ് ആരുമില്ല, ഫോട്ടോഗ്രാഫി ഫീൽഡിലുള്ള ആരുമില്ല. അങ്ങനെ കുറച്ച് നാളിന് ശേഷം ബിജോയ് എന്ന് പറഞ്ഞ എന്റെ സുഹൃത്തിനെ ഞാൻ പരിചയപ്പെട്ടു. അപ്പൊ അദ്ദേഹം ഫേസ്ബുക്കിൽ അന്ന് ഒത്തിരി ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്. പിന്നെ സുനീഷ് എന്ന് പറഞ്ഞ സുനീഷ് ഏർമല, സുനീഷ് എന്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു. വിവാഹത്തിന് മുമ്പ് തന്നെ സുനീഷ് ചെറിയ ഫോട്ടോഗ്രാഫിയോട് താല്പര്യമുള്ള ഒരാളായിരുന്നു. അപ്പൊ അങ്ങനെ ഇവരൊക്കെ എന്നെ കുറെ ഫോട്ടോഗ്രാഫിയെ പറ്റിയിട്ട് ഒരു ഐഡിയ ഉണ്ടാവാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട്. പക്ഷികളോടാണ് അപർണയ്ക്ക് ഏറെ പ്രിയം. അവയെ ക്യാമറയിൽ പകർത്താൻ ഒരുപാട് ഇഷ്ടമാണെന്നത് മാത്രമല്ല, പക്ഷികളെക്കുറിച്ച് കൃത്യമായി പഠിക്കാനും അപർണ തയ്യാറാവുന്നു. ഈ പക്ഷികളാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ള സബ്ജക്ട്സ്. എല്ലാ പക്ഷികളെ കുറിച്ചിട്ട് ഞാൻ പഠിച്ചിട്ടാണ് ശരിക്കും ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഒരു പക്ഷിയെ അറിയാൻ വയ്യാത്ത ഒരു പക്ഷിയെ വെറുതെ ഞാൻ പോസ്റ്റ് ചെയ്യാറില്ല. ജസ്റ്റ് എല്ലാ പക്ഷികളെ കുറിച്ചിട്ടും ഒരു വായിക്കുകയും അവയുടെ ദേശാടന പക്ഷിയാണെങ്കിൽ ഏത് ദേശാടന കാലം, അവയുടെ മുട്ട, അവ ഏത് പ്രദേശത്താണ് കൂടുതൽ കാണുന്നത്, കാടുകളുടെ പ്രത്യേകത, അങ്ങനെ ഓരോ പക്ഷികളെ കുറിച്ചിട്ടും പഠിച്ചിട്ടാണ് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാറ്. അത് എന്റെ ഒരു അറിവിന് വേണ്ടിയിട്ടാണ്. ഞാൻ വെറുതെ ഫോട്ടോ എടുത്ത് പോകുന്നു, അല്ലെങ്കിൽ ഇത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ബോർ അടിക്കില്ല. എന്റെ ഒരു സ്വഭാവം വെച്ചിട്ട് നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ടിട്ട് പോകുന്ന ഒരു കൗതുകം വേണ്ട ഇത് ചെയ്യുമ്പോൾ. അപ്പൊ കുറെ കുട്ടികള്, ചെറിയ കുട്ടികള് എനിക്ക് പേഴ്സണലി എനിക്ക് ഫേസ്ബുക്കിൽ മെസ്സേജ് ചെയ്യാറുണ്ട്. അപർണേച്ചി ഇന്ന് സ്കൂളിൽ ഒരു പ്രോജക്റ്റ് ഉണ്ട്, പക്ഷികളെ കുറിച്ചിട്ടാണ്. അപർണേച്ചി എന്താ അതിന്റെ മലയാളം പേര് എഴുതാൻ? ഞാൻ കഴിഞ്ഞ ദിവസം ഇംഗ്ലീഷ് പേര് മാത്രം എഴുതിയിട്ടത്, അതുകൊണ്ട് മലയാളം ഞങ്ങൾക്ക് ആ പക്ഷിയുടെ പേര് വെച്ചിട്ട് പ്രോജക്റ്റ് തയ്യാറാക്കാനാണ്. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ വലിയ സന്തോഷമാണ്. കോട്ടയത്തായിരുന്നു അപർണയുടെ ആദ്യ ഫോട്ടോ എക്സിബിഷൻ. വാൽമീകം എന്ന് പേരിട്ട പ്രദർശനത്തിന് അന്ന് വൻ സ്വീകാര്യതയാണ് ലഭിച്ചത്. ഫേസ്ബുക്കിലെ സുഹൃത്തുക്കളാണ് അപർണയുടെ ഏറ്റവും മികച്ച നിരൂപകരും പിന്തുണയും. ക്യാമറയെക്കുറിച്ചുള്ള സംശയങ്ങൾ മുതൽ ഫോട്ടോഗ്രഫിയിലെ നൂതന സങ്കേതങ്ങൾ വരെ അപർണയുടെ പാഠപുസ്തകമാവുന്നതും ഇവരിലൂടെ തന്നെ. നമ്മുടെ ഈ ഒരു ഉയർച്ചയ്ക്ക് കാരണം തീർച്ചയായിട്ടും സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. ശരിക്കും അവരാണ് നമ്മുടെ ഫോട്ടോസ് കാണുന്നതും അപ്രീഷിയേറ്റ് ചെയ്യുന്നതും. പേഴ്സണലി ഒരുപാട് മെസ്സേജസ്, ഒരിക്കലും ഒരു ജപ്പാനിൽ നിന്നൊരു മലയാളിയായിട്ടുള്ള ഒരു ആൾ എനിക്ക് മെസ്സേജ് ചെയ്തു, അപർണ ഇന്ന് അപർണയുടെ ഒരു സൺബേർഡിന്റെ ചിത്രം കണ്ടു, ഇത്രയും ഇങ്ങേയറ്റത്തിരുന്നിട്ട് അത് കാണുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്. ആ കുഞ്ഞു കേരളത്തിലെ ഒരുപാട് പേര് ഫോട്ടോസ് ഇടുന്നുണ്ടെങ്കിലും ഒരു സാധാരണക്കാരിയായിട്ടുള്ള ഒരാള്, പ്രൊഫഷണൽ അല്ലാത്ത ഒരാള് അതിന്റെ കൂടെ ഒരു ചെറിയ കുറിപ്പുമായിട്ട് ഇന്ന് കിട്ടിയ തേൻകിളിയുടെ ചിത്രം എന്ന് പറഞ്ഞിട്ടപ്പോ അത് നമ്മളെല്ലാരും ശ്രദ്ധിച്ചു. അപ്പം ലോകത്തിന്റെ ഇങ്ങേയറ്റത്തിരുന്നിട്ട് നമ്മളത് കാണുന്നുണ്ടെങ്കിൽ അപർണയുടെ റീച്ച് ആലോചിക്കണം. അപ്പൊ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് എടുക്കണം എന്നൊക്കെ അവരും പറഞ്ഞു തുടങ്ങിയപ്പോ ഞാൻ കുറച്ചും കൂടെ തീർച്ചയായിട്ടും ഇങ്ങനെ പോരാ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ചും കൂടെ വർക്ക്ഔട്ട് ചെയ്ത്, കുറച്ചും കൂടി ഹോംവർക്ക് ഒക്കെ ചെയ്ത്, കുറച്ചും കൂടി ഇതിനെക്കുറിച്ച് പഠിച്ച് കൂടുതൽ ഫ്ലൈറ്റ് ഷോട്ട്സ് എടുക്കാനും കോമ്പോസിഷൻ നന്നാക്കാനും
അതുപോലെ പക്ഷികൾ വെറുതെ ചിത്രങ്ങൾ എടുക്കാതെ ഫ്രെയിമിനും കൂടി പ്രാധാന്യം വേണമെന്ന് ചിന്തിക്കുകയും, നമ്മൾ വെറുതെ ഒരു പാഷന് വേണ്ടി തുടങ്ങിയൊരു കാര്യം ആളുകൾ ഇത്രയും ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ ഭയങ്കര നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുന്ന കുറച്ച് ഈ കുട്ടികൾ എന്ന് പറയുന്നത് എന്റെ വലിയ വീക്ക്നെസ് ആണ്. ഈ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് അവരുടെ ഒരു അടുത്ത തലമുറയാണ് അവര്. അപ്പൊ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ളതാണ് പ്രയോറിറ്റി. അതുകൊണ്ട് അവർക്ക് പ്രയോജനപ്പെടുന്നൊക്കെ അറിയുമ്പോൾ തീർച്ചയായിട്ടും എന്നോട് അപർണ ചേച്ചി ഒരു പുസ്തകം എഴുതണം, പക്ഷികളെ പറ്റി ഒരു പുസ്തകം എഴുതണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ മനസ്സിലുണ്ട്. ശരിക്കും ഇങ്ങനെ മറ്റുള്ള ആളുകളിൽ ഇങ്ങനെ നമ്മളെ തള്ളിയാണ് മുന്നിലേക്ക് കൊണ്ടുവന്നത്. എന്റെ സ്വയപ്രയത്നം കൊണ്ടല്ല ഒരിക്കലും ഞാൻ എത്തിയത്. എന്റെ ചുറ്റുമുള്ള ഒരുപാട് നല്ല മനുഷ്യരുടെ, പ്രകൃതി സ്നേഹികളുടെ സ്നേഹം കൊണ്ടാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അവരോടുള്ള ഒരു കടപ്പാടെന്നുള്ള രീതിയിൽ എന്തായാലും ഈ ഒരു ഫീൽഡിൽ നിന്ന് പോവില്ല. തീർച്ചയായിട്ടും കൂടുതൽ രാജ്യങ്ങളിലേക്ക് പോവുകയും കൂടുതൽ പക്ഷികളെ എടുക്കുകയും കൂടുതൽ ഫോട്ടോസ് എടുക്കുകയും ചെയ്യണം. ഈ തിരക്കുകൾക്കിടയിലും ഫിസിക്സ് അപർണയ്ക്ക് മാറ്റി നിർത്താനാവുന്നതല്ല. അതുകൊണ്ടാണ് ബയോമോളിക്കുലർ ഫിസിക്സിൽ എംഫിൽ സ്വന്തമാക്കിയ ശേഷം ഇപ്പോൾ PhD നേടാനുള്ള ശ്രമങ്ങൾ തുടരുന്നതും. ഇഷ്ടങ്ങളെയും സ്വപ്നങ്ങളെയും ഒരു വിളിപ്പാടകലെ മാറ്റി നിർത്തേണ്ടവരല്ല സ്ത്രീകളെന്ന് അപർണ ഉറച്ചു വിശ്വസിക്കുന്നു. ഏത് മേഖലയിലും പുരുഷനൊപ്പം കടന്നു ചെല്ലാനും കഴിവ് തെളിയിക്കാനും പ്രാപ്തരാണ് സ്ത്രീകളെന്ന് അപർണ പറയുന്നു. ശരിക്കും എനിക്ക് ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, നമുക്ക് ചുറ്റുമുള്ള ഇപ്പൊ സ്ത്രീകൾക്ക് തീർച്ചയായിട്ടും എത്രയൊക്കെ പുരോഗമനവാദം പറഞ്ഞാലും കുറച്ച് ശതമാനം ആളുകൾ തീർച്ചയായിട്ടും സ്ത്രീകളെ അല്ലെങ്കിൽ പെൺകുട്ടികളെ പിന്നോട്ട് വലിക്കാനും ക്രിട്ടിസൈസ് ചെയ്യാനും ചീത്ത പറയാനും എല്ലാം നമ്മുടെ ചുറ്റും ഉണ്ടാവും. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ ഒരു കാര്യം ഡിറ്റർമിൻ ചെയ്ത് അത് ചെയ്യാൻ തുടങ്ങുകയാണ്, അത് 100% ശരിയാണ് എന്ന് നമുക്ക് തോന്നുകയും നമ്മളെ ഇഷ്ടപ്പെടുന്ന ആളുകൾ അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള ആളുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ മാത്രം സപ്പോർട്ടോട് കൂടി മുന്നിലേക്ക് പോകാന്നുള്ളതാണ് എനിക്ക് പറയുള്ളത്. നമുക്ക് ചുറ്റും ഒരുപാട് പേര് നമ്മളെ കുറ്റം പറയുന്നുണ്ടാവും, ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ടാവും. തീർച്ചയായിട്ടും അത് ക്രിറ്റിസിസംസും കുറ്റമറിച്ചിലും ഇല്ലാത്ത ഒരു ലോകം നമുക്ക് ചുറ്റും കാണാനേ പറ്റില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിനൊക്കെ നമ്മൾ നിസാരവൽക്കരിച്ചിട്ട് നമ്മുടെ സ്ട്രോങ് ഡിസിഷനെ ഏറ്റവും പ്രാധാന്യം കൊടുത്ത് നമുക്ക് ഇഷ്ടപ്പെട്ടവരെയും നമ്മളെ സ്നേഹിക്കുന്നവരെയും ചുറ്റും പോസിറ്റീവായിട്ടുള്ള ഒട്ടനേകം ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അവരുടെ മാത്രം അഭിപ്രായങ്ങൾ ഉൾക്കൊണ്ട് ബാക്കിയൊക്കെ നമുക്ക് നിസ്സാരമായിട്ട് കണ്ട് അവരുടെ അറിവുകേടാണെന്ന് വിചാരിച്ചിട്ട് മുന്നിലേക്ക് പോകണം, ധൈര്യമായിട്ട് മുന്നിലേക്ക് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് കൂടുതൽ സ്ത്രീകള് ഈ ഫീൽഡെന്നല്ല എല്ലാ ഫീൽഡിലേക്കും പുരുഷന്മാർക്ക് മാത്രം ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് സ്ത്രീകളെ പിന്നോട്ട് വലിക്കുന്ന എല്ലാ ഫീൽഡിലേക്കും സ്ത്രീകളും മുന്നിലേക്ക് വരണം എന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം. കാടിനെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും വാചാലരാവുന്ന നമ്മളിൽ എത്രയോ പേർക്ക് പ്രചോദനമാണ് അധ്യാപികയായും ഗവേഷണ വിദ്യാർത്ഥിനിയായും കുടുംബിനിയായും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറായും തിളങ്ങുന്ന അപർണ പെൺമനസ്സുകൾക്ക് ഒരു കരുത്തുറ്റ മാതൃക തന്നെയാവും തീർച്ച.